അഭിലാഷ്, ഈ മെമ്മോ ഏറെക്കുറെ ഒരു കുറ്റപത്രമാണ്. ചേർത്ത് പിടിക്കേണ്ടവനാണ്, ഏറ്റവും കാര്യക്ഷമതയുള്ളവനാണ്, സത്യസന്ധനാണ്, കഠിനാധ്വാനിയാണ്, കാശ് വാങ്ങാത്തവനാണ് തുടങ്ങിയ ഒരുപാട് വിശേഷണങ്ങൾ നേരത്തെ കേട്ടിരുന്നു. പക്ഷേ അങ്ങനെ അത്തരം കാര്യങ്ങളൊന്നുമല്ല ഈ മെമ്മോയിൽ പറയുന്നത്. ഈ റിപ്പോർട്ടിൽ അടക്കമുള്ള കാര്യങ്ങളിൽ ചട്ടലംഘനം നടത്തി എന്ന് പറയുന്നുണ്ട് മെമ്മോയിൽ. പക്ഷേ കുറച്ചുകൂടി രൂക്ഷമായ ഭാഷയാണ്. അതായത് ഈ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ FB പോസ്റ്റ് വന്ന ദിവസങ്ങളിൽ കേരളത്തിലുണ്ടായ ഒരു ജനവികാരമുണ്ട്. വീണ ജോർജിനും LDF സർക്കാരിനുമെതിരെ ആരോഗ്യമേഖലയെ തകർക്കുന്ന, ആരോഗ്യമേഖലയെ ആർക്കൊക്കെയോ വേണ്ടി തകർക്കുന്ന LDF സർക്കാരിനും പ്രത്യേകിച്ച് വീണ ജോർജിൻ്റെ അവരുടെ പരിചയക്കുറവ്, അവരുടെ ധാർഷ്ട്യം, ഇതൊക്കെ കൊണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുടെ ഏറ്റവും പ്രതീക്ഷയായിട്ടുള്ള പൊതു ആരോഗ്യ രംഗം തകരാറാകുന്നതിനെതിരെയുള്ളൊരു വികാരമുണ്ട്. ആ വികാരം തണുപ്പിക്കാൻ വേണ്ടി ഹാരിസ് ചിറക്കലിനെ ചേർത്ത് പിടിക്കുന്നു എന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു നാടകം അഭിനയിക്കുകയായിരുന്നു വീണ ജോർജും CPM എന്നുള്ള കാലത്ത് യാതൊരു സംശയവുമില്ല. ഇന്ന് വീണ ജോർജിൻ്റെ ബൈറ്റ് ഞാൻ ഈ ചർച്ചയ്ക്ക് ഇതാണ് വിഷയമെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ കൃത്യമായിട്ട് 2-3 തവണ കണ്ടു. ഈ ഇടക്കാലത്തൊന്നും ഇല്ലാത്ത ഒരു സംതൃപ്തി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുഖത്തുനിന്ന് കളിയാടുന്നത് കാണാൻ സാധിച്ചു. അതായത് കിട്ടിപ്പോയി. ഹാരിസ് ചിറക്കലിനെ ക്രൂശിക്കാൻ വേണ്ടി ഏതോ ഒരു കാലഘട്ടത്തിൽ ഒരു ഉപകരണം നഷ്ടപ്പെട്ടു എന്നൊരു വരി ആ റിപ്പോർട്ടിലുണ്ട് എന്നുള്ള സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്നുള്ള ആത്മവിശ്വാസത്തിലാണെന്ന് വീണ ജോർജ്. എന്ത് സംതൃപ്തി അവരുടെ മുഖത്ത്, ഒരാളിനെ ഇരയാക്കാൻ ഒരു വാക്ക് അതിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം. ഇത് ഹാരിസ് ചിറക്കൽ എന്ന ഡോക്ടറിന് വീണ ജോർജും CPM സർക്കാർ, പിണറായി വിജയൻ സർക്കാരും കൊടുക്കുന്ന വാർണിംഗ് അല്ല, മറിച്ച് കേരളത്തിൽ സത്യസന്ധമായിട്ട് ഇടപെടുന്ന, സത്യസന്ധമായി ജോലിയെടുക്കുന്ന നിരവധി നൂറുകണക്കിന് ഡോക്ടർമാർ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ തന്നെ വിങ്ങുന്ന മനസ്സോടെയാണ് ജോലി ചെയ്യുന്നത്. ഈ CPM നേതാക്കന്മാരുടെയും ഈ ഗവൺമെൻറ്റെയും പിടിപ്പേട് കൊണ്ട് രോഗികൾ അനുഭവിക്കുന്ന വിഷമം കണ്ട് സാധാരണ കുടുംബങ്ങളിൽ നിന്നും വന്ന പൈസയോട് വളരെ വലിയ അത്യാഗ്രഹമില്ലാതെ സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. അവരാരും തന്നെ ഹാരിസ് ചിറക്കലിനെ പോലെ എന്ത് വേദന കണ്ടാലും കടിച്ചമർത്തണം, ഒരു പോസ്റ്റും ഇതുപോലെ ഇടാൻ പാടില്ല, ഒന്നും പുറത്തു പറയാൻ പാടില്ല, പറഞ്ഞാൽ നിങ്ങൾ എക്യുപ്മെൻറ്റ് നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോയാൽ അതിലപ്പുറമുള്ളൊരു വാക്കും ആ ഡോക്ടറെക്കുറിച്ച് ഉപയോഗിക്കാൻ വേണ്ടി എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല, ആളാണ് എന്ന് മുദ്രകുത്തും എന്ന് പറഞ്ഞുള്ള ഭീഷണിപ്പെടുത്തണം. ഞാനൊരു കാര്യം ഈ ചാനലിലൂടെ പറയുന്നു, വീണ ജോർജിനോടും CPMനോടും അങ്ങനെ ഹാരിസ് ചിറക്കലിനെയും നല്ലവരായ ഡോക്ടർമാരെയും ഭീഷണിപ്പെടുത്തി അവരുടെ നാവടക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ തിരിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഞങ്ങൾ നിങ്ങളെ ഓൺ ചെയ്യുന്നു. നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. കേരളം മുഴുവനും ഹാരിസ് ചിറക്കലിൻ്റെയും മനുഷ്യസ്നേഹികളായ ഡോക്ടർമാരുടെയും പിന്നാലെ ഉണ്ടെന്നുള്ള കാര്യം ഈ ചർച്ച വീണ ജോർജ് എവിടെമെങ്കിലും കേൾക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കിങ്കർമാർ ആരെങ്കിലും കേൾക്കണേ അവരോട് പോയി പറഞ്ഞേരെ. ഞാൻ പറയാം ഒരു പോയിന്റ് ചോർത്തോട്ടെ. ഞാനൊരു കാര്യം ചോദിക്കും പ്രകാശ് മാഷ് ഉൾപ്പെടെ ഉള്ളവരോട്. നിങ്ങൾക്ക് അല്പമെങ്കിലും മനുഷ്യസ്നേഹം ഉണ്ടെങ്കിൽ ഒരു ഫുൾ ടൈം പ്രിൻസിപ്പളിനെ തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വയ്ക്കണം. ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു പ്രിൻസിപ്പൾ ഉണ്ടല്ലോ, ആ പ്രിൻസിപ്പള് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റീസിൻ്റെ ചാർജ് വഹിക്കുന്നു. അദ്ദേഹം ഓണറേറിയം വാങ്ങിച്ച് അവിടുത്തെ ചാർജ് വഹിക്കുന്നു. എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറാണ്. അവിടെ അദ്ദേഹത്തിന് പഠിപ്പിക്കണം. ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പോലുള്ള ഒരു മെഡിക്കൽ കോളേജിൽ ഫുൾ ടൈം പ്രിൻസിപ്പളിന് നിങ്ങൾ എന്തുകൊണ്ട് വയ്ക്കുന്നില്ല? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റീസിൽ ഒരുപാട് പാവപ്പെട്ട രോഗികൾ വരുന്നു. അവിടെ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരാൾ വേണ്ടേ? എൻഡോക്രൈനോളജിയുടെ പ്രൊഫസർ കൂടിയാണ് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇപ്പോൾ നിങ്ങൾ ചാർജ് കൊടുത്തിട്ടുള്ള പ്രിൻസിപ്പൽ. എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പപ്പറ്റിനെ വയ്ക്കുന്നു? അപ്പോൾ അവിടെ നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പർച്ചേസ്, അവിടെ നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഇടപെടലുകൾ, അവിടെ നിങ്ങൾക്ക് ഇടപെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്ന, നിങ്ങൾ ചാടിക്കളിയുടെ കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുന്ന ആൾക്കാരെ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അടുത്ത ഘട്ടത്തിൽ പറയാം.